നമസ്കാരം. കഴിഞ്ഞ ദിവസം ചൈനയ്ക്ക് തിരിച്ചടിയായ ഏറെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നത്. ചൈനയുടെ ഗവേഷണ കപ്പലിന് അനുമതി നിഷേധിച്ചെന്ന് ഇന്ത്യയെ ശ്രീലങ്ക അറിയിച്ച വാർത്തയായിരുന്നു അത്. രാജ്യത്തെ തുറമുഖങ്ങളിലോ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലോ 1 വർഷത്തേക്കാണ് ഇത്തരം ചൈനീസ് കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച ചൈനീസ് കപ്പൽ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യയുടെ തന്ത്രപരവും സുരക്ഷാപരവുമായ ആശങ്കകൾ ബഹുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ജൂലൈയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയോട് ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയാണിത്. നിരോധന നടപടിയെപ്പറ്റി കഴിഞ്ഞയാഴ്ച ഉന്നത തലത്തിൽ ഇന്ത്യയെ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗവേഷണ കപ്പലെന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഷിയാൻ യാങ്ഹോങ് 3 ജനുവരി 5 മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴക്കടൽ പര്യവേക്ഷണം നടത്താനിരിക്കെയാണ് നീക്കം. ഇന്ത്യക്ക് പിന്നാലെ US-ഉം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ചൈനീസ് ഗവേഷണ കപ്പലിനെതിരെ നടപടിയെടുക്കാൻ ശ്രീലങ്ക തയ്യാറായതെന്നാണ് വിവരം. കഴിഞ്ഞ ഒക്ടോബർ-നവംബർ കാലയളവിൽ ചൈനയുടെ ഷിയാൻ 6 ഗവേഷണ കപ്പൽ ശ്രീലങ്കയുമായി ചേർന്ന് നടത്തിയ സംയുക്ത മാരിടൈം സർവേക്കെതിരെ ഇന്ത്യ കടുത്ത നിലപാടെടുത്തിരുന്നു. നേരത്തെ ചൈനീസ് കപ്പൽ ഷിയാൻ 6 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച് 83 ദിവസങ്ങളിലായി 1,00,000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചത് വിവാദമായിരുന്നു. 37 ചൈനീസ് ഗവേഷകരുമായാണ് സെപ്റ്റംബറിൽ ആ കപ്പൽ എത്തിയത്. ഇന്ത്യയുടെയും US-ന്റെയും മറ്റും എതിർപ്പുയർത്തി ശ്രീലങ്കയിലെ തുറമുഖത്ത് കപ്പൽ ഡോക്ക് ചെയ്തിരുന്നു. ഇത് ഗവേഷണ കപ്പലല്ലെന്നും മറിച്ച് ചൈനയ്ക്കായി വിവരങ്ങൾ ചോർത്താൻ വന്ന ചാരക്കപ്പലാണെന്നുമാണ് അഭ്യൂഹം ഉയർന്നത്. മത്സ്യബന്ധന നൗകകളായോ പര്യവേക്ഷണ യാനങ്ങളായോ അല്ലെങ്കിൽ ഖനന കപ്പലായോ പല രീതിയിലും ചാരക്കപ്പലുകൾ എത്താമെന്നും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.